വീഡിയോ ഓൺ ചെയ്യില്ലാരും. ഫർസീൻ, ഡെല്ല, അഞ്ജന, ദേവിക, അൽവാൻ, കാൽവിൻ, ആൻമരിയ. യെസ്, ക്ലോസ് യുവർ ബുക്സ്. യെസ്, അലീന. State law of chemical equilibrium. At a given temperature, the ratio of the product of the concentration of products of the reaction to the product of the concentrate പറയേ. product of the concentration of the reactants is concentration a constant. Is a constant. Yes. Abhiya, for a forward reaction or for a chemical reaction, equilibrium constant is Kc. When I write the reaction in reverse order, then what is equilibrium constant? ഒരു കെമിക്കൽ റിയാക്ഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kc ആണ്. ഞാൻ ആ കെമിക്കൽ റിയാക്ഷൻ റിവേഴ്സ് ചെയ്തു, തിരിച്ചെഴുതി. അങ്ങനെയാണെങ്കിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്താവും? K dash. 1/Kc ഇനീഷ്യലി ഉണ്ടായിരുന്നതിന്റെ റിവേഴ്സ് ആയിരിക്കും വരുന്നത്. യെസ്, ആൻമരിയ, ഇക്വിലിബ്രിയം റിയാക്ഷൻ ആണെങ്കിൽ ഫോർവേഡ് റിയാക്ഷന്റെ റേറ്റും ബാക്ക്വേർഡ് റിയാക്ഷന്റെ റേറ്റും തമ്മിലുള്ള റിലേഷൻ? അത് റേറ്റ് രണ്ടും ഈക്വൽ ആയിരിക്കും. റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഇസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ. ഓക്കെ, ദെൻ ഡു എ പ്രോബ്ലം. എല്ലാരും ചെയ്യാട്ടോ. വേഗം ചെയ്തേ. ഈ 4 റിയാക്ഷന്റെ Kc വാല്യൂ ഇക്വേഷൻ എഴുതുക.
യെസ്. തമന്ന ഫസ്റ്റ് വണ്ണിന്റെ ആൻസർ പറഞ്ഞു. ഫസ്റ്റ് റിയാക്ഷൻ. ഞാൻ ഇന്നലെ വന്നില്ലായിരുന്നു. ആലിയ ഫസ്റ്റ് റിയാക്ഷന്റെ കേസ് ഇക്വേഷൻ പറഞ്ഞു. Concentration of PCl3 ഒരു ഉറക്കെ പറഞ്ഞു, കേൾക്കാൻ പാടില്ല. concentration of PCl3 ആ into concentration of Cl2 ആ divided by concentration of PCl5. യെസ്. Concentration of Cl2 into concentration of PCl3 divided by concentration of PCl5. യെസ്. ഇങ്ങനെ എഴുതിയവർ എത്ര പേരുണ്ട്? മരിയ പറഞ്ഞേ സെക്കൻഡ് റിയാക്ഷന്റെ കേസ്. Concentration of PCl5 by concentration of Cl2 into concentration of PCl3. ഇതും ആദ്യത്തെ റിയാക്ഷൻ തമ്മിലുള്ള റിലേഷൻ എന്താ? അത് റെസിപ്രോക്കൽ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ 1/kc എന്ന് എഴുതാൻ പാടില്ലേ? Yes, teacher. അതിനിവിടെ ഞാൻ K'(C), K""C, K""C എന്ന് കൊടുക്കും കേട്ടോ. ഇനി എനിക്ക് ഈ KC-യോട് റിലേറ്റ് ചെയ്തിട്ടുള്ള വാല്യൂസ് മാത്രം മതി, ഫുൾ ആയിട്ട് പറയേണ്ട കാര്യമില്ല. യെസ്, അനിറ്റ പറഞ്ഞേ തേർഡ് റിയാക്ഷന്റെ K""C ആണെങ്കിൽ അത് KC-യോട് റിലേറ്റ് ചെയ്തിട്ട് എങ്ങനെ പറയാം? Kc raised to 2. യെസ്, Kc raised to 2. ആദ്യത്തെ ഇക്വേഷനെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. സോ K'(C) is equal to Kc raised to 2 കൊടുത്താൽ മതി. 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു, അപ്പൊ 2 കൊടുത്തു. യെസ്. അപ്പൊ സാലിഹ ലാസ്റ്റ് വൺ പറഞ്ഞേ. സാലിഹ Kc എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? Kc raised to half. Kc raised to half. Yes, Kc raised to half. Kc raised to 1/2. നമ്മൾ ഒരു കെമിക്കൽ റിയാക്ഷൻ കിട്ടിക്കഴിഞ്ഞാല് എന്താണോ ആ കെമിക്കൽ റിയാക്ഷനിൽ നമ്മൾ ചേഞ്ചസ് വരുന്നത്, ഏത് ഡിജിറ്റ് ഉപയോഗിച്ച് എന്ത് ചേഞ്ചസ് ആണോ വരുത്തുന്നത്, അതിനെ നമ്മൾ എന്താക്കി കൊടുത്താൽ മതി? പവർ ആക്കി റെപ്രസെന്റ് ചെയ്താൽ മതി. യെസ്. ഈ 4 കറക്റ്റ് ആയിട്ട് ചെയ്തവരെന്ന് ഉപയോഗിക്കേ. 4 ചെയ്തവര് എവിടെ? നന്ദന ചെയ്തിട്ടില്ല. നന്ദന ചെയ്തില്ല. ചെയ്തു. അഫ്ല ടീച്ചർ ഇപ്പൊ കയറിയുള്ളൂ. ചെയ്തോ? നാലാമത്തെ ചെയ്തില്ലായിരുന്നു. ആ, താമസം പാടില്ല, പെട്ടെന്ന് ചെയ്യണം. ഓക്കെ. സോ ഡു ദ പ്രോബ്ലം 7.2. പെട്ടെന്ന് തന്നെ ചെയ്യാം, ഒരുപാട് സമയം എടുക്കരുത് കേട്ടാ. 2 മിനിറ്റ് കൊണ്ട് ചെയ്യാം. പ്രോബ്ലം 7.2. നമ്മൾ ഇന്നലെ ചെയ്ത പ്രോബ്ലം 7.1 അതിന്റെ താഴെ കിടക്കുന്നുണ്ട് പ്രോബ്ലം 7.2. At equilibrium, concentration of N2O2 NO in a sealed vessel 800 Kelvin. What will be the Kc for the reaction? Equation അടക്കം തന്നിട്ടുണ്ട്. ഡയറക്റ്റ് Kc ഇക്വേഷൻ അതിൽ നിന്ന് എഴുതുക, വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്സറെ അവിടെ ഗിവൺ ഇക്വേഷൻ തന്നിട്ടുണ്ട് N2 ഗ്യാസ്. അങ്ങനെയാണെങ്കിൽ Kc കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഇങ്ങോട്ട് പറഞ്ഞ് ആ റിയാക്ഷന്റെ Kc എന്തായിരിക്കും? NO square. NO സ്ക്വയർ എന്ന് പറയില്ല, കോൺസെൻട്രേഷൻ ഓഫ് കോൺസെൻട്രേഷൻ എന്ന് പറയണം. കോൺസെൻട്രേഷൻ ഓഫ് NO റേസ്ഡ് ടു. ടീച്ചർ അങ്ങനെയല്ല, നമ്മളത് പഠിക്കണം.
Okay, so Kc is equal to concentration of NO raised to 2 divided by N2 plus concentration of N2 into N2 into O2. concentration of O2. അതെന്താ പറയാൻ മടി? Concentration of N2 into concentration of O2. Yes, Nasrin. അപ്പൊ ഇനി values substitute ചെയ്ത് Nasrin. NOയുടെ concentration എത്ര തന്നിരിക്കുന്നത്? 2.8 into 10 raised to minus 3. 2.8 into 10 raised to minus 3. Raised to എന്ത് വരും? NO raised to 2 ആയതുകൊണ്ട് സ്ക്വയർ ചെയ്യണം. Divided by N2 ന്റെ concentration എത്ര തന്നിരിക്കുന്നേ മുസ്തഫ? N2 concentration N2 ന്റെ കോൺസെൻട്രേഷൻ ടെക്സ്റ്റ് ബുക്കിൽ നോക്കി പറയാൻ. ഇതുവരെ ക്വസ്റ്റ്യൻ എടുത്തില്ലേ? പെട്ടെന്ന് ചെയ്യ്. ഭീമ പറഞ്ഞേ N2 ന്റെ കോൺസെൻട്രേഷൻ എത്രയാ? 3.0 into 10 raised to minus 3. O2 ന്റെയോ? 4.2 into 10 raised to minus 3. യെസ്. താമസം വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ തീരത്തില്ല കേട്ടോ. നിങ്ങൾ ആദ്യം തുടക്കത്തിലെ പോലെ തന്നെ ഇപ്പോഴും നിന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ല. സ്പീഡിൽ ചെയ്യണം. 4.2 into 10 raised to minus 3. അപ്പൊ വേഗം സോൾവ് ചെയ്തേ. 2.8 into 10 raised to minus 3 into 2.8 into 10 raised to minus 3 divided by 3 into 10 raised to minus 3 into 4.2 into 10 raised to minus 3. ഇതെല്ലാം ക്യാൻസൽ ചെയ്തു. Then remaining ones 2.8 into 2.8 divided by 3 into 4.2. Yes. ഇതിനെ 2 വെച്ച് ഡിവൈഡ് ചെയ്താല് 1.4 into 2.8. ഇത് 2 വെച്ച് ഡിവൈഡ് ചെയ്ത് 1.4. ഇതിനെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ ഇവിടെ എന്ത് വരും? 2.1. So 3 into 2.1. Okay. 7 വെച്ച് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ 7.7 വെച്ച് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ ഇവിടെ എത്ര വരും? 2 വരും. ഇവിടെ എത്ര വരും? 3 വരും. 7 വെച്ചിട്ട് ഡിവൈഡ് ചെയ്താൽ. So 2.8 into 2 divided by 3 into 3 വരും. Yes. ഇവിടെ 5.6 divided by 9 വരും. 56 divided by 9 ചെയ്യാം. 9ന്റെ ടേബിള് 9ന്റെ ടേബിൾ വെച്ച് ഡിവൈഡ് ചെയ്ത് പറഞ്ഞേ. 9 into 6 എത്രയാ? 9 into 6 9 into 54. So 6 into 9 54 വരും. Then 2 വരും. 20 എടുക്കുക. 20ൽ 9 എത്ര വരും? 2 times 2 into 10. Yes, 8. അപ്പൊ ഇത് 6.6222 വരും. അപ്പൊ എന്ത് വരും? 0.6222. എത്ര പേർക്ക് കിട്ടിയ ഉത്തരം? ഉത്തരം കിട്ടിയവരെ നോക്കിക്കേ. യെസ്. ചെയ്യേണ്ട മെത്തേഡ് ഇപ്പൊ മനസ്സിലായോ? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kc എങ്ങനെയാണെന്നുള്ളത് പിടി കിട്ടിയോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ എക്സസൈസ് ക്വസ്റ്റ്യൻ 7.2 നോക്കട്ടെ. ഏത് എക്സസൈസ് ക്വസ്റ്റ്യൻ ആണ് പറയാം? യെസ്, എക്സസൈസ് ക്വസ്റ്റ്യൻ 7.2 വേഗം ചെയ്യാം. എക്സസൈസ് ക്വസ്റ്റ്യൻ 7.2. ഇപ്പൊ ചെയ്ത പോലെ തന്നെ സെയിം ക്വസ്റ്റ്യൻ ആണ്.
അൽവാന ക്വസ്റ്റ്യൻ വായിച്ചേ. അൽവാനെ 7.2 എക്സസൈസ് വായിച്ചേ. ക്വസ്റ്റ്യൻ വായിച്ചേ. What is Kc for the following equilibrium, and the equilibrium concentration of each substance is SO2 equal to 0.60 m, O2 equal to 0.8 m, and SO3 equal to 1.90 m. Given chemical reaction തന്നിട്ടുണ്ട്. എന്നതാ? 2 SO2 gas plus O2 gas at equilibrium 2 SO3 gas. Yes. അപ്പൊ കെസിയുടെ ഇക്വേഷൻ എഴുതുക, വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അലീഫ, ഈ റിയാക്ഷന്റെ കെസിയുടെ ഇക്വേഷൻ പറഞ്ഞ മോളെ. Kc is equal to the concentration of SO2 raised to 2 by a concentration of into concentration of SO3 raised to 2 by concentration of SO2 raised to 2 into concentration of O2. Yes. അപ്പൊ വേഗം ചെയ്തു എല്ലാവരും. Kc is equal to, ഈ സി എന്ന് ഉദ്ദേശിക്കുന്ന കോൺസെൻട്രേഷൻ ആണ് കേട്ടോ മക്കളെ. കെ സി എന്ന് പറഞ്ഞാൽ സി, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ എന്നാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ കോൺസെൻട്രേഷൻ ഓഫ് SO3 raised to 2 divided by concentration of SO2 raised to 2 into concentration of O2. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Concentration of SO3 1.90 raised to 2 divided by concentration of SO2 0.6, so 0.6 raised to 2. Then concentration of O2 0.82, 0.82. Yes. 0.9 into 1.9 divided by 0.6 into 0.6 into 0.82. Yes. വേഗം ചെയ്തേ. ഇതിനെ വേണമെങ്കിൽ 19 into 10 raised to -1 into 10 raised to -1, 10 raised to -2 കൊടുക്കാം കേട്ടോ. സോൾവ് ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആക്കാൻ വേണ്ടി. 19 ആകുമ്പോഴത്തേക്കും 10 to the power of -1 വരും. ഇവിടെയും 10 raised to -1 വരും. അപ്പം രണ്ടും കൂടെ 10 raised to -2. ഇവിടെ അതേപോലെ തന്നെ 6 into 6 into 10 raised to -2 into 82 into 10 raised to -2 കൊടുക്കാം. ഇതും കൂടെ ക്യാൻസൽ ചെയ്ത് പോയി. Then 19 divided by 6 നോക്കുക. 3 into 6 18. 1 വരും. 10, 10 6 1 6 40, 40 6 എത്ര വരും? 6 36. യെസ്. പിന്നെ 4 വരും. അപ്പൊ 3.16 വരും. സോ 19 divided by 6 ചെയ്താൽ 3.16. ഇതും ക്യാൻസൽ ചെയ്ത് പോയി. 3.16. സോ 3.16 into 3.16 divided by 82 വരും. മുകളിൽ എന്ത് കൊടുക്കാം? 10 to the power of -2 മേളിൽ പോയി കഴിയുമ്പോഴത്തേക്കും 10 raised to 2 ആകും. ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, ഇത് 10 raised to 2 വെച്ച് ഏതെങ്കിലും ഒരെണ്ണത്തിനെ മൾട്ടിപ്ലൈ ചെയ്താൽ 316 ആവും. 316 into 3.16 divided by 82. കാൽക്കുലേറ്റർ ഇല്ലാത്തവർക്ക് ചെയ്യാനുള്ള മെത്തേഡ് ആണെന്ന് മാത്രമേ ഉള്ളൂ. കാൽക്കുലേറ്റർ ഉള്ളവർ മുഴുവൻ മൊത്തത്തിലൊക്കെ ചെയ്തിട്ടും കൂടെ ആൻസർ പറഞ്ഞു കേട്ടോ. ഉത്തരം കിട്ടിയ എത്ര പേരുണ്ട്? ഉത്തരം കിട്ടിയവര്? നന്ദനയ്ക്ക് കിട്ടി. എത്ര കിട്ടിയ നന്ദന ഉത്തരം? 12.22. 12.23. 12.23 ആണ് ആൻസർ. മോൾ ഇൻവേഴ്സ് ലിറ്റർ വരും. യൂണിറ്റ് എങ്ങനെയാ ടീച്ചർ പറഞ്ഞുതരാം. ഓക്കെ, ഈ 12.23 ആൻസർ കിട്ടി എത്ര പേരുണ്ട്? 12.23. യെസ്, കാൽക്കുലേറ്റ് ചെയ്യുന്നവർ അങ്ങനെ ചെയ്തു പോയാൽ മതി. ഫർസീൻ കിട്ടിയില്ല.
ചെയ്യുന്നേ ഉള്ളൂ. എല്ലാരും പെട്ടെന്ന് ചെയ്യുന്ന ഞാൻ പറഞ്ഞില്ലേ. നിങ്ങൾക്ക് ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ വേഗം നമ്മൾ ചെയ്തോളൂ, അത്രേ ഉള്ളൂ. യെസ്, ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. 316 ഡിവൈഡഡ് ബൈ 82 വരും. 300, 150, 158 വരും അല്ലെ. 150, 150, 300, 308, 310. ഇവിടെ എന്ത് വരും? 41 വരും. ഞാനിതിനെ 40 അസ്യൂം. ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുവാണെങ്കിൽ 158ന്റെ ഹാഫ് എത്ര വരും? 150യുടെ ഹാഫ് 75. അപ്പൊ ഇവിടെ 73 വരും. 73 into 3.16 ഡിവൈഡഡ് ബൈ ഇവിടെ ഒരു 20.5 സംതിങ് വരും. Then 73 divided by 20.5. 73 divided by 20 എടുക്കാം. 3 into 2 60. ഇവിടെ എത്ര വരും? 13. 13 20 പറ്റില്ലല്ലോ. സോ 130. 6 2 12. 120. അഗെയിൻ 10 100. 100 20 5 3.65 വരും. 3.65 into 3.16 ചെയ്യാം. ആൻസർ 3.65നെ അപ്രോക്സിമേറ്റ് ചെയ്ത് 3.6 എന്നുള്ളത് അപ്രോക്സിമേറ്റ് ചെയ്ത് 4 എന്ന് വല്ലതും ഒക്കെ എടുക്കുവാണെങ്കിൽ അറൌണ്ട് ഒരു ആൻസർ 12 പോയിന്റ് വരും എന്തായാലും. അല്ലെങ്കിൽ 3.65 into 3.16 അല്ലേ, നോക്കട്ടെ കറക്റ്റ് എത്രയാണ്. യെസ്, 3.65 into 3.16 11.534 വരും. അത് നമ്മൾ ആ 20.5ന് പകരം 20 എടുത്തതും ആ തൊട്ട് മുകളിൽ ആ ചെറിയൊരു റൗണ്ട് ചെയ്ത് കുറച്ചൊന്ന് റൗണ്ട് ചെയ്തത് കൊണ്ടിട്ടാണ് 11.5 വന്നത്. 11.53 12. ചെയ്യേണ്ട മെത്തേഡ് മനസ്സിലായ എല്ലാവർക്കും? ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് എങ്ങനെയാന്ന് മനസ്സിലായില്ലേ? യെസ്, ഓക്കെ. സോ മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് വൺ. ഓക്കെ, അപ്പൊ നമ്മൾ ടീച്ചർ കുറച്ച് മുമ്പ് പറഞ്ഞു KC എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ ആണ് നമ്മൾ പറയുന്നത്. കോൺസെൻട്രേഷനിൽ എക്സ്പ്രസ് ചെയ്യുക. ഓക്കെ, അപ്പൊ അതിന്റെ യൂണിറ്റ് എങ്ങനെയാ വന്നതെന്ന് കൂടെ നോക്കാം. ഓക്കെ, അപ്പൊ അതിന്റെ യൂണിറ്റും കൂടെ എഴുതി പോ മക്കളെ. ഇവിടെ തന്നെ യൂണിറ്റ് എഴുതി ഞാൻ സോൾവ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഞാൻ ഇങ്ങോട്ടേക്ക് എഴുതുവാണേ. KC ഈക്വൽ ടു, ഇതാണ് ഇക്വേഷൻ. ഓക്കെ, അപ്പം അവിടെ യൂണിറ്റുകൾ കൊടുത്തിട്ടുണ്ട്. 1.9 കോൺസെൻട്രേഷന്റെ യൂണിറ്റുകൾ എത്ര കൊടുത്തേക്കണേ? യെസ്, മോളാർ എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് മോൾസ് പെർ ലിറ്റർ. കോൺസെൻട്രേഷന്റെ യൂണിറ്റ് മോൾസ് പെർ ലിറ്ററിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ എഴുതി കൊടുക്കുക. SO3 ഇവിടെ 2 ഉണ്ട്. അപ്പൊ 2 മോൾസ് പെർ ലിറ്റർ വരും. മോൾ ഇൻറ്റു ലിറ്റർ ഇൻവേഴ്സ് 2 വരും. ഇൻറ്റു മോൾ ഇൻറ്റു ലിറ്റർ ഇൻവേഴ്സ് ഡിവൈഡഡ് ബൈ ഇവിടെ 2 ഉണ്ട്. സോ എഗെയിൻ മോൾ ഇൻറ്റു ലിറ്റർ ഇൻവേഴ്സ് ഇൻറ്റു മോൾ ഇൻറ്റു ലിറ്റർ ഇൻവേഴ്സ്. പിന്നെ ഇവിടെ O2ന്റെ ഒരെണ്ണം ഉണ്ട്. സോ മോൾ ഇൻറ്റു ലിറ്റർ ഇൻവേഴ്സ് മോൾസ് പെർ ലിറ്റർ. ഇതും നാളെ കൂടെ ക്യാൻസൽ ചെയ്ത് പോയി. ദെൻ റിമൈനിങ് ഉള്ളത് 1 ഡിവൈഡഡ് ബൈ മോൾ ഇൻറ്റു ലിറ്റർ ഇൻവേഴ്സ്. ഇത് മുകളിലോട്ട് പോയാൽ ലിറ്റർ ഇൻവേഴ്സ് മേളിൽ പോകുമ്പോൾ ലിറ്റർ ആകും. മുകളിലോട്ട് പോയാൽ മോൾ ഇൻവേഴ്സ് ആകും. കിട്ടിയോ? നമുക്ക് കിട്ടുന്നത് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ അതെപ്പോഴും മനസ്സിൽ വെച്ചോളൂ. ഒരു കോൺസെൻട്രേഷന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മോൾസ് പെർ ലിറ്റർ ആണ്. എന്നിട്ട് ആ മേളിൽ സ്ക്വയർ ആണോ അതോ റേസ് ടു 3 ആണോ റേസ് ടു 4 ആണോ അതിനനുസരിച്ച് എത്രണ്ണം വേണം നോക്കുക. എല്ലായിടത്തും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ക്യാൻസൽ ചെയ്ത് കളയുക. അപ്പൊ നിങ്ങൾക്ക് ആൻസർ കിട്ടും, യൂണിറ്റ് കിട്ടും. ഓക്കെ, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ഓക്കെ, ക്ലിയർ ആണല്ലോ എന്താ പറഞ്ഞെന്നുള്ളത്? മനസ്സിലായോ? ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ഗേഷ്യസ് സിസ്റ്റംസ്. ഗേഷ്യസ് സിസ്റ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളൊരു കെമിക്കൽ റിയാക്ഷൻ നമ്മൾ എടുക്കുന്നു. ആ കെമിക്കൽ റിയാക്ഷൻസിന്റെ അകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന റിയാക്ടന്റുകൾ അല്ലെങ്കിൽ പ്രോഡക്റ്റുകള് ഗേഷ്യസ് സ്റ്റേറ്റിൽ ആണ് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാ നമ്മൾ പറയുന്നത്. ഗ്യാസ് ആണ് എന്നുണ്ടെങ്കിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എങ്ങനെ കണ്ടുപിടിക്കും? ഗ്യാസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരിക്കലും കോൺസെൻട്രേഷന്റെ യൂണിറ്റിലല്ല അത് പറയുന്നത്, പ്രഷറിന്റെ യൂണിറ്റിലാണ് പറയുന്നത്. ഓക്കെ, വ്യത്യാസം ഇത്രേ ഉള്ളൂ. ഗ്യാസ് ആണ് എന്നുണ്ടെങ്കിൽ കോൺസെൻട്രേഷന് പകരം നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത് പ്രഷർ ടേം ആണ്. ഇക്വേഷൻ എല്ലാം സെയിം തന്നെയാണ്.
എഴുതുന്നതിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. എഴുതുന്നത് പോലെ തന്നെ നമ്മുടെ ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം അനുസരിച്ചിട്ട് തന്നെ എഴുതുന്നത്. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ദി പ്രൊഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്ട്സ് എന്ന് പറയുന്നതിന് പകരം നമ്മൾ എന്ത് പറയും? പ്രഷേഴ്സ് ഓഫ് പ്രോഡക്ട്സ് ടു ദി പ്രൊഡക്റ്റ് ഓഫ് പ്രഷേഴ്സ് ഓഫ് റിയാക്ടൻസ് എന്ന് പറയും. കോൺസെൻട്രേഷന് പകരം നമ്മൾ അവിടെ എന്ത് ഉപയോഗിക്കും? പ്രഷർ ആയിരിക്കും ഉപയോഗിക്കുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ കെ സിക്ക് പകരം നമ്മൾ എഴുതി കൊടുക്കുന്നത് എന്തായിരിക്കും? സി എന്ന് എഴുതാൻ പറ്റത്തില്ല, പകരം നമ്മൾ പി എന്ന് എഴുതി കൊടുക്കും. കെ സി മാറി എന്താകും? കെ പി ആകും. ഇക്വിലിബ്രിയം ഇൻവോൾവിംഗ് ഗേഷ്യസ് സിസ്റ്റം ആണെങ്കിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇറ്റ് ഈസ് നോട്ട് കെ സി, ഇറ്റ് ഈസ് കെ പി. പറഞ്ഞത് മനസ്സിലായോ? റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന റിയാക്ടന്റുകളും പ്രൊഡക്റ്റുകളും ഗ്യാസ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ കെ സി അല്ല പകരം കണ്ടുപിടിക്കുന്നത്, കെ പി ആയിരിക്കും കണ്ടുപിടിക്കുന്നത്. കോൺസെൻട്രേഷന് പകരം പ്രഷർ വെച്ചിട്ടായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ചെയ്യുന്നതല്ല ഒരുപോലെ തന്നെയാണ്, എഴുതുന്നത് ഒരുപോലെ തന്നെയാണ്. പ്രൊഡക്റ്റിന്റെ മുകളിൽ എഴുതും, ഡിവൈഡഡ് ബൈ റിയാക്ടന്റ് തന്നെയായിരിക്കും എഴുതുന്നത്. ഓക്കെ, അപ്പൊ അതെങ്ങനെയാ നോക്കാം. ഹെഡിങ് കൊടുത്തോളൂ, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ഗേഷ്യസ് സിസ്റ്റംസ്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ഗേഷ്യസ് സിസ്റ്റംസ്. കെ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നതാ ദേവിക? എന്നതാ കെ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? Concentration of C into concentration of D. അല്ല, എന്താ ഈ കെ സി? കെ സി എന്ന് പറഞ്ഞാൽ എന്താ? Concentration. കെ സി എന്നതാ? എന്താ ആലോചിക്കാൻ? ഇതന്നെ ആലോചിക്കണം. അപ്പൊ ഇത്ര നേരം നമ്മൾ എന്നതാ എഴുതിക്കൊണ്ടിരുന്നത്? കെ സി അല്ലേ എഴുതിക്കൊണ്ടിരുന്നത്? അപ്പൊ എന്നതാ കെ സി? എന്നതാ ദർശന കെ സി? സി കോൺസെൻട്രേഷൻ അല്ലേ? സി കോൺസെൻട്രേഷനാ. കെ സി എന്നാ ഞാൻ ചോദിച്ച? കെ എന്നതാ? ആ, കെ സി ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. നീ രാമായണം മുഴുവൻ പറഞ്ഞിട്ട് തന്നെ രാമൻ സീതയുടെ ഇറങ്ങും അതൊക്കെ ചോദിച്ചു. കെ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ഓക്കെ, കെ സി കെ എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. സിയും കൂടി ഇട്ടാൽ അതിന്റെ അർത്ഥം എന്താ? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ. ഓക്കെ, സോ കെ സി എന്ന് പറഞ്ഞാൽ equilibrium constant of a reaction in terms of concentration of reactants and products. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. കെ സി എന്ന് പറഞ്ഞാൽ equilibrium constant of a reaction in terms of concentration of reactants and products. നമ്മള് gaseous system ആണ് എന്നുണ്ടെങ്കിൽ in gaseous systems equilibrium constantനെ നമുക്ക് can also be expressed, ഇങ്ങനെയും കൂടി എക്സ്പ്രസ് ചെയ്യാം. also be expressed in terms of partial pressures. പ്രഷറിന്റെ ടേമിലും നമുക്ക് ഇതിനെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റും. പാർഷ്യൽ പ്രഷേഴ്സ് ഓഫ് റിയാക്ടൻസ് ആൻഡ് പ്രോഡക്ട്സ്, ആൻഡ് ഇറ്റ് ഈസ് represented as Kp. Okay, അത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് രണ്ട് രീതിയിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. കെ സി എന്നും പറയാം, കെ പി എന്നും പറയാം. കോൺസെൻട്രേഷന്റെ ടേമിലാണെങ്കിൽ അത് കെ സി, പ്രഷറിന്റെ ടേമിലാണെങ്കിൽ അതെന്തായിരിക്കും? കെ പി ആയിരിക്കും. ഓക്കെ, ഇനി ടീച്ചർ ഒരു റിയാക്ഷൻ എഴുതാം, നോക്കിക്കോളൂ. H2 ഗ്യാസ് പ്ലസ് I2 ഗ്യാസ് ഇക്വിലിബ്രിയ 2HI ഗ്യാസ്. നിങ്ങൾ ഇതിന്റെ കെ സി റിയാക്ഷൻ എഴുതിക്കേ. കെ സി ഫോർ ദിസ് റിയാക്ഷൻ എഴുതിക്കേ. എന്താ നിമ ചിരിച്ചേ? ഈ ടീച്ചർ ഹൈഡ്രജൻ അയോഡൈഡും കൊണ്ട് നടക്കുമെന്ന് ഓർത്തണോ? അല്ലേ? അതല്ലേ ചിരിച്ചേ? ഇന്നലെ ഇത് മുഴുവൻ തന്നെ
യെസ്. അപ്പൊ നിമ തന്നെ പറഞ്ഞു KC for the reaction എന്താ? Concentration of Hi raised to 2 by concentration of H2 into concentration of I2. Yes. Concentration of Hi raised to 2 divided by concentration of H2 into concentration of I2. എല്ലാരും കറക്റ്റ് ആക്കിയാണോ എഴുതിയത്? ശരിയാക്കിയാണോ എഴുതി എല്ലാരും? ആണോ അൻവലിയ? യെസ്. ഓക്കെ. അപ്പം ഇതേ സെയിം റിയാക്ഷന്റെ KP വാല്യൂ എങ്ങനെ എഴുതാൻ പോകുന്നതെന്ന് നമ്മൾ നോക്കുന്നത്. KP എഴുതുമ്പോൾ അത് നമ്മൾ കോൺസെൻട്രേഷൻ അല്ല പറയുന്നത്, പ്രഷറിന്റെ ടേമിലാ പറയുന്നത്. അപ്പൊ നമ്മൾ ആ സ്ക്വയർ ബ്രാക്കറ്റ് അവിടെ എല്ലാം യൂസ് ചെയ്യത്തില്ല. സ്ക്വയർ ബ്രാക്കറ്റ് റെപ്രസെന്റ് ചെയ്യുന്ന കോൺസെൻട്രേഷനെയാണ്. നമ്മൾ പ്രഷറിന്റെ ടേമിൽ എഴുതിയാൽ P എന്നാണ് നമ്മൾ അവിടെ എഴുതി വെക്കുക. ഇസ്രായേൽ കാണിച്ചു തരാം, നോക്കിക്കോളൂ. KP for this reaction is partial pressure of Hi raised to 2. കോൺസെൻട്രേഷൻ ഒരു B ഇടുന്നു, സാധാ ബ്രാക്കറ്റ് ഇടുക, ഡിവൈഡഡ് ബൈ partial pressure of H2 into partial pressure of I2. എഴുതിയതില് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഓക്കെ. ഒരു സിസ്റ്റം, ഒരു കെമിക്കൽ റിയാക്ഷൻ, അതിൽ മുഴുവൻ ഗ്യാസ് ആണ് എന്നുണ്ടെങ്കിൽ KP for the reaction is partial pressure of the product of partial pressures of products to the product of partial pressures of the reactants. എന്താ മരിയ ചിരിച്ചോണ്ടിരിക്കണേ? പറഞ്ഞത് മനസ്സിലായോ? മരിയ എന്തിനു ചിരിച്ചോണ്ടിരിക്കണേ? ഇടയ്ക്കിടയ്ക്ക് ചുമ്മാ ചിരിച്ചോണ്ടിരിക്കണം. ചുമ്മാ സന്തോഷത്തിലിരിക്കുക. ചുമ്മാ സന്തോഷിച്ചോണ്ടിരിക്കുക. സന്തോഷത്തില് എപ്പോഴും സന്തോഷത്തിലാണോ? മരി എപ്പോഴും ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കോ? അത്യാവശ്യം ചിരിച്ചോണ്ടിരിക്കോ? ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ റിയാക്ഷന്റെ KP എഴുതിക്കുക മക്കളെ. N2 ഗ്യാസ് പ്ലസ് 3H2 ഗ്യാസ് equilibrium 2NH3 ഗ്യാസ്. ദാറ്റ് ഈസ് KP for this reaction. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ച് എഴുതി പോവുക കേട്ടോ. That is KP for this reaction. ഡെല്ല പറഞ്ഞേ KP for this reaction. PnH3 raised to 2 divided by PN2 into PH2 raised to 2. Raised to? Yes. Partial pressure of NH3 raised to 2 divided by partial pressure of N2 into partial pressure of H2 raised to 3. Yes. എത്ര പേര് കറക്റ്റ് ആക്കി ചെയ്തു? ഓക്കെ. അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യുവാണ്, ഇതേ സെയിം റിയാക്ഷൻ ഞാൻ ഒന്ന് ഇങ്ങനെ എഴുതുക. ഹാഫ് N2 ഗ്യാസ് പ്ലസ് 3/2 H2 ഗ്യാസ് ഇക്വിലിബ്രിയ NH3 ഗ്യാസ്. ആദ്യത്തെ ഇക്വേഷനും രണ്ടാമത്തെ ഇക്വേഷനും തമ്മിലുള്ള ബന്ധം എന്താ മീഷ? എങ്ങനെ ആദ്യത്തെ ഇക്വേഷൻ രണ്ടാമത്തെ ഇക്വേഷൻ ആയേ? ആദ്യത്തെ ഇക്വേഷന്റെ ഹാഫ്. യെസ്, ആദ്യത്തെ ഇക്വേഷന്റെ ഹാഫ്, അതായത് ഹാഫ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. ഹാഫ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് നമ്മൾ എഴുതുമ്പോൾ എന്നാ വ്യത്യാസം വരുന്നത് ഫിദ? ഹാഫ് KP. ഹാഫ് KP എന്നാണോ? KP റേസ് ടു ഹാഫ്. KP raised to half. ഹാഫ് KP എന്നാണോ? ഹാഫ് വെച്ച് KP നെ മൾട്ടിപ്ലൈ ആണോ ചെയ്യുന്നത്? നമ്മള് എന്താണോ മൾട്ടിപ്ലൈ ചെയ്യുന്നത് അതിനെ നമ്മൾ എന്താക്കി എഴുതി കൊടുക്കണ്ടേ? പവർ ആക്കിയല്ലേ എഴുതേണ്ടത്. KP റേസ് ടു 1/2. അപ്പൊ ആദ്യം ഒരു കാര്യം ചെയ്യുക, KP യുടെ ഇക്വേഷൻ ആദ്യം നിങ്ങൾ എഴുതിക്കുക. KP യുടെ ഇക്വേഷൻ, അതായത് പാർഷ്യൽ പ്രഷർ ഓഫ് NH3 ഡിവൈഡഡ് ബൈ എസ്, ആ രീതിയിൽ എഴുതിക്കുക. എന്നിട്ട് നമുക്ക് റിലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. യെസ്, KP ഫോർ ദിസ് റിയാക്ഷൻ. ഈ റിയാക്ഷന്റെ KP എന്താണ്? കാൽവിൻ പറഞ്ഞേ.
Kp for this reaction is partial pressure of NH3 by partial pressure into raised to 1/2 into partial pressure of H2 raised to 3/2. Yes. കണ്ടോ ഇങ്ങനെ എഴുതിയാലൊക്കെ ഒന്ന് കൈ നോക്കിക്കേ. Kp for this reaction. Yes. ഇനി ഇതും ആ ആദ്യത്തെ ഇക്വേഷൻ തമ്മിലുള്ള ബന്ധം എന്നാ നോക്കിക്കേ മക്കളെ. ഈ ഇക്വേഷനും ഈ ഇക്വേഷൻ എന്നാ സംഭവിച്ചേ? ആദ്യത്തെ ഇക്വേഷൻ എന്ത് ചെയ്യുമ്പോഴാണ് ഈ രണ്ടാമത്തെ ഇക്വേഷൻ വരുന്നത്? ഇവിടെ NH3 raised to 2 ഉണ്ടായിരുന്നു, ഇവിടെ NH3ക്ക് പവർ ഇല്ല. അപ്പൊ എന്നാ സംഭവിച്ചേ? അതവിടെ പോയി. ആദ്യത്തെ കേസിൽ NH3യുടെ പവർ 2 ആയിരുന്നു, രണ്ടാമത്തേല് NH3യുടെ പവർ 1 ആ. 1 ആയതുകൊണ്ടാണ് ഒന്നും നമ്മൾ എഴുതാത്തെ. 2 എങ്ങനെയാ 1 ആകുന്നേ അനീസ? 2 1 ആകുന്ന എങ്ങനെയാ? ഡിവൈഡ് ചെയ്തു. ഡിവൈഡഡ് ബൈ 2 ചെയ്തു. ഇനി താഴെ കിടക്കുന്ന N2 ഈ നേരത്തെ 1 ആയിരുന്നു, ഇപ്പൊ അത് 1/2 ആയി. അവിടെയും 1/2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട് പവറിനെ. അടുത്തത് 3 എന്നുള്ളത് 3/2 ആയി, അവിടെയും 1/2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അതിന്റെ അർത്ഥം എന്താ? ഓൾ ഇക്വേഷനെ നമ്മൾ 1/2 വെച്ചാണ് മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പൊ ആദ്യത്തെ ഇക്വേഷനോട് റിലേറ്റ് ചെയ്താൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇത് Kpയും ഇത് K'Pയും എന്ന് കൊടുത്താൽ ആദ്യത്തെ ഇക്വേഷനെ the whole raised to 1/2 കൊടുത്താൽ ഈ ഇക്വേഷൻ കിട്ടും. നമ്മൾ ആ KCയിൽ എഴുതിയില്ലേ, അത് തന്നെ. ഏത് നമ്പർ വെച്ചാണോ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്, ആ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് നമ്മൾ പവർ ആക്കി എഴുതി കൊടുക്കുക. KPയുടെ ആണെങ്കിലും KCയുടെ ആണെങ്കിലും. മനസ്സിലായോ? ഓക്കെ. ഇവിടെയും റിവേഴ്സ് ചെയ്യുമ്പോൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ത് ചെയ്യും? റിവേഴ്സ് ചെയ്യും. കാര്യങ്ങളെല്ലാം ഒരുപോലെ തന്നെയാണ്, വ്യത്യാസം എന്ത് മാത്രമേ ഉള്ളൂ? KC മാറി KP ആയെന്നേ ഉള്ളൂ. എന്താ അഞ്ജന കൈവക്കിയേ? അത് കൈ തട്ടി അറിയാതെ വന്ന്. ഓക്കെ. KC മാറി KP ആയി എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പൊ നമ്മൾ ഇപ്പൊ എഴുതിയിരിക്കുന്നത്, അതായത് നമ്മളിപ്പോൾ എത്ര റിയാക്ഷൻ എഴുതി? 2 റിയാക്ഷൻസ് എഴുതി. H2 plus I2 gives 2H എന്ന് എഴുതി, N2 plus 3H2 gives 2NH3 എന്ന് എഴുതി. ഓക്കെ. ഈ 2 കേസുകളിലും നമ്മൾ ഗേഷ്യസ് ആയിട്ടുള്ള റിയാക്ടന്റുകളെയും പ്രൊഡക്റ്റുകളെയും പറ്റി മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ക്ലിയർ ആണല്ലോ? ഡൗട്ട് ഒന്നുമില്ലല്ലോ അല്ലെ? ഗേഷ്യസ് ആയിട്ടുള്ളത് മാത്രം. അതുകൊണ്ട് നമ്മൾ KPയുടെ ഇക്വേഷൻ എഴുതാൻ നേരത്ത് എല്ലാ റിയാക്ടന്റുകളെയും എല്ലാ പ്രൊഡക്റ്റുകളെയും നമ്മൾ കൺസിഡർ ചെയ്തു. ഓക്കെ. ഇങ്ങനെ ഒരു ടൈപ്പ് ഫിസിക്കൽ സ്റ്റേറ്റ് മാത്രം ഉള്ള ഇക്വിലിബ്രിയത്തിൽ നമ്മളൊരു പേര് പറയും. ദേ ആർ കോൾഡ് ഹോമോജീനിയസ് ഇക്വിലിബ്രിയ എന്നാ പറയുന്നത്. ഹോമോജീനിയസ് ഇക്വിലിബ്രിയ. ഒരു ടൈപ്പ് ഫിസിക്കൽ സ്റ്റേറ്റ് മാത്രം ഉള്ളതിനെ നമ്മൾ ഹോമോജീനിയസ് ഇക്വിലിബ്രിയം എന്ന് പറയും. That means when all the reactants and products are in the same single phase, എല്ലാവരും ഒരേ സിംഗിൾ ഫേസിൽ ആണെങ്കിൽ അതിനെ നമ്മൾ ഹോമോജീനിയസ് ഇക്വിലിബ്രിയം എന്നാണ് കേട്ടോ പറയുന്നത്. ഓക്കെ, അതിനൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഹോമോജീനിയസ് ഇക്വിലിബ്രിയം. എന്താ ഹോമോജീനിയസ് ഇക്വിലിബ്രിയം? Equilibrium in which all the reactants and products are in the same single phase. ഇങ്ങനെയുള്ള ഇക്വിലിബ്രിയത്തിന് നമ്മൾ പറയുന്ന പേരാണ് ഹോമോജീനിയസ് ഇക്വിലിബ്രിയ എന്ന് നമ്മൾ പറയും. ഹോമോജീനിയസ് ഇക്വിലിബ്രിയ. പിടി കിട്ടിയോ? ഓക്കെ. അപ്പൊ KP ഫോർ ഹോമോജീനിയസ് ഇക്വിലിബ്രിയ ഇൻവോൾവിംഗ് gaseous reactants and gaseous products. KP എഴുതുന്നത് എങ്ങനെയാ? It is the ratio of the product of pressures of products to the product of pressures of reactants is a constant, that is KP. മറന്നു പോകരുത്. Okay. Then relationship between KP and KC. ഇനി നമുക്ക് KPയും KCയും തമ്മിലുള്ള റിലേഷൻ നോക്കാം. Relationship between KP and KC. Yes. KPയും KCയും ക്ലിയർ ആണ് എന്നുള്ളവരൊന്ന് കൈ നോക്കിക്കേ. KP എന്നാന്നും KC എന്നാന്നും മനസ്സിലായി എന്നുള്ളവരെ കൈ നോക്കിക്കേ. കൈ നോക്കട്ടെ. യെസ്. KC എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ. KP എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് പ്രഷേഴ്സ്. എഴുതുന്നതെല്ലാം ഒരുപോലെ തന്നെയാണ്.
കോൺസെൻട്രേഷൻ എന്നാൽ നമ്മൾ കോൺസെൻട്രേഷന്റെ ടൈമിൽ എഴുതും, പ്രഷർ തന്നാൽ പ്രഷർ ഉപയോഗിച്ച് ചെയ്യും. കൺസെപ്റ്റ് കിട്ടിയോ? മനസ്സിലായോ? പറഞ്ഞു തന്നെയാണ്. ക്ലിയർ ആണോ? യെസ്. ഇനി നമുക്ക് ഈ കെ പിയും കെ സിയും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് നോക്കാം. കെ പിയും കെ സിയും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. അതായത് കെ പി തന്നാൽ നമുക്ക് ആ പർട്ടിക്കുലർ റിയാക്ഷന്റെ കെ സി കണ്ടുപിടിക്കാൻ പറ്റും. കെ സി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കെ പിയും കണ്ടുപിടിക്കാൻ പറ്റും. അത് റിലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ദാറ്റ് ഇക്വേഷൻ ഈസ് ഇമ്പോർട്ടന്റ് ആണ്, പ്രോബ്ലം ചോദിക്കാറുണ്ട്. ദാറ്റ് ഈസ് കെ പി ഇസ് ഈക്വൽ ടു കെ സി ഇൻറ്റു RT raised to delta n. This is the equation relating Kp and Kc. Kp is equal to Kc into RT raised to delta n. Equation പഠിക്കണം. Kp is equal to Kc into RT raised to delta n. Okay. Kp is equal to Kc into RT raised to delta n. ഓരോ ടേമുകളും എടുത്ത് എഴുതിക്കുക എന്തൊക്കെയാണെന്നുള്ളത്. ഓരോ ടേമുകളും Kp equilibrium constant in terms of pressure, Kc equilibrium constant in terms of concentration. Then what is R? സാലിഹ് എന്താ R എന്ന് പറഞ്ഞാല്? സാലിഹ്, what is R? ഒരു കോൺസ്റ്റന്റ് അല്ലേ? ഏത് കോൺസ്റ്റന്റ് അത്? അഞ്ചാമത്തെ ചാപ്റ്റർ പഠിച്ചതാ. ഹരിഗോവിന്ദ്, ഗ്യാസ് കോൺസ്റ്റന്റ്. ഗ്യാസ് കോൺസ്റ്റന്റ്, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. വാട്ട് ഈസ് T? അഫ്ല, വാട്ട് ഈസ് T? T എന്നതാ? T എന്നതാ അഫ്ല? ഫിസിക്സിലെ T എടുത്തൊന്ന് ഇങ്ങോട്ട് വരരുതാ. എന്നതാ T? T എന്താന്ന് ടീച്ചർ അറിയില്ല. അറിയില്ല എന്ന് പറയാൻ പറ്റത്തില്ല. അറിയാവുന്ന കാര്യം അറിയില്ല എന്ന് പറഞ്ഞ എന്തിനാ? ഏതൊക്കെ ടീനെ പറ്റി നിനക്ക് അറിയാം? T എന്താന്ന് അറിയത്തില്ല. എന്തോരം പ്രോബ്ലം ടെമ്പറേച്ചർ ആണോ? ടെമ്പറേച്ചർ. നീ ആദ്യം പറഞ്ഞ എന്നോട് ഇത് അതെന്നാ പറഞ്ഞപ്പോളാ? എല്ലാരും അങ്ങനെ പറയാറുണ്ട്. കേട്ടില്ല. നമ്മൾ ഈ അഞ്ചാമത്തെ ചാപ്റ്റർ പഠിച്ച് ആറാമത്തെ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിട്ട് T എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് പറയും ടൈം. അങ്ങനെ എല്ലാരും ചാടിക്കേറി പറയും. പെട്ടെന്ന് അങ്ങനെ വിചാരിക്കും. T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ. ഓക്കെ. വാട്ട് ഈസ് N? നസ്ര, N എന്ന് പറഞ്ഞാൽ എന്നാ മോളെ? അത് നമ്മൾ എവിടെ കണ്ടേ? സ്മോൾ ലെറ്റർ N എന്ന് പറഞ്ഞാൽ എന്നതാ? നമ്പർ ഓഫ് മോൾസ്. നമ്പർ ഓഫ് മോൾസ്. ഡെൽറ്റ N എന്ന് പറഞ്ഞാൽ എന്നതാ? അമീഷ, ഡെൽറ്റ N എന്നതാ? ഡെൽറ്റ ഇട്ടാൽ അതിന്റെ അർത്ഥം എന്താ? ചേഞ്ച് ഇൻ നമ്പർ ഓഫ് മോൾസ്. ചേഞ്ച് ഇൻ നമ്പർ ഓഫ് മോൾസ്. എഴുതി വെക്കുക എല്ലാവരും. Kp equilibrium constant in terms of partial pressure. Equilibrium constant in pressures. Kc in concentration. R universal gas constant. T temperature. Delta N change in number of moles. നമ്മള് തെർമോഡൈനാമിക്സിന്റെ അകത്ത് ഡെൽറ്റ എൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയാ അൽവാന ഡെൽറ്റ എൻ കണ്ടുപിടിക്കുന്നത്? ചേഞ്ച് ഇൻ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? മറന്നുപോയി. പറയണം. ചേഞ്ച് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? വേഗം പറഞ്ഞ്. കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? തന്നേക്കണത് ബൈ ഒറിജിനൽ. തന്നേക്കണ സംഭവം ബൈ ഒറിജിനൽ. ബൈ ഒറിജിനൽ
അറിയില്ല. അലീഫ, ഒരു കെമിക്കൽ റിയാക്ഷന്റെ ഡെൽറ്റ എൻ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്നത്? NGP minus NGR. എന്ന് വെച്ചാൽ എന്നതാ? ഗേഷ്യസ് പ്രൊഡക്ട്സിലെ മോളും ഗേഷ്യസ് റിയാക്ഷന്റെ മോളും കൂടി മൈനസ് ചെയ്യണം. ഡെൽറ്റ എൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പറയുന്ന എത്ര ഉള്ളൂ, നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രോഡക്ട്സ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്ടൻസ്. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ ഏത് മാത്രമേ കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ? നമ്പർ ഓഫ് മോൾസിൽ ചേഞ്ചസ് വരുന്നത് ഗ്യാസിന്റെ കേസിലാണ് വ്യത്യാസം വരുന്നത്. നമ്മൾ ഗ്യാസുകളിലൊക്കെ പഠിച്ചതാ. സോ നമ്മൾ ഇവിടെ ഡെൽറ്റ എൻ കണ്ടുപിടിക്കുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രോഡക്ട്സ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് റിയാക്ടൻസ് ആണ്. ഓർത്ത് വെച്ചോളൂ, അറിയാൻ പാടില്ലാത്തവർ എഴുതി വെക്ക്. ഡെൽറ്റ എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രോഡക്ട്സ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് റിയാക്ടൻസ്. അറിയാൻ പാടില്ലാത്തവർ ഇങ്ങനെ തന്നെ എഴുതി വെക്കണം. നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് products minus number of moles of gaseous reactants. Number of moles of gaseous products minus number of moles of gaseous reactants. Okay. അങ്ങനെയാണെങ്കിൽ ഒരു കെമിക്കൽ റിയാക്ഷൻ നമ്മൾ എഴുതിയപ്പോഴത്തേക്കും ഡെൽറ്റ എന്നിന്റെ വാല്യൂ 0 ആയി പോയി എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ കെ പിയുടെ ഇക്വേഷൻ എന്താവും? ആലോചിച്ച് നോക്കിയിട്ട് പറഞ്ഞേ. ഇതാണ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ കെ പി ഇസ് ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി റേസ് ടു ഡെൽറ്റ എൻ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഉത്തരം എന്നായിരിക്കും? കെ സി ഇൻറ്റു ആർ ടി റേസ് ടു ഡെൽറ്റ എൻ കൊടുത്തു. ഡെൽറ്റ എന്നിന്റെ വാല്യൂ 0 ആയി പോയി കഴിഞ്ഞാൽ കെ പിയുടെ വാല്യൂ എന്തായിരിക്കും? പർസീൻ. Yes, Kp is equal to Kc. അതിന്റെ കാരണം എന്നാ? കാരണം എന്താ ഫാത്തിമ? അറിയില്ല. നിമ, നിമ എന്താ Kp equal to Kc വന്നേ? ഇർഷാൻ, പവർ 0 വന്ന 1 ആണോ? യെസ്, പവർ 0 വന്നാൽ അത് 1 ആയി പോവും. ഏതെങ്കിലും ഒരു നമ്പർ അതിന്റെ പവർ 0 ആണെങ്കിൽ ഓൾ ടേം 1 ആയി പോവും. അവിടെ ആർ ടി റേസ് ടു ഡെൽറ്റ എൻ ആണ്. ഡെൽറ്റ എൻ 0 ആകുമ്പോൾ ആ പാർട്ട് മുഴുവൻ 1 ആയി പോയി. പിന്നെ റിമൈനിങ് അവിടെ കെ സി മാത്രമേ ഉള്ളൂ. സോ കെ പി ഇസ് ഈക്വൽ ടു കെ സി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ എന്നിന്റെ വാല്യൂ, അപ്പം ഇതിന്റെ ഉത്തരം എന്ത് വരും? വിച്ച് ഈസ് ഈക്വൽ ടു, അറിയാൻ പാടാത്ത ഇങ്ങനെ തന്നെ എഴുതി വെച്ചോ, കെ സി ഇൻറ്റു ആർ ടി റേസ് ടു 0 വരും, വിച്ച് ഈസ് ഈക്വൽ ടു കെ സി. ഓക്കെ, ദെൻ ഇൻ ഡെൽറ്റ എന്നിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ വാട്ട് ഈസ് കെ പി? വേഗം ചെയ്തേ. കെ പിയും കെ സിയും തമ്മിലുള്ള റിലേഷൻ. ഡെൽറ്റ എന്നിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ കെ പിയും കെ സിയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഏത് വാല്യൂ ആയിരിക്കും കൂടുക? കെ പി ആണോ കൂടുതൽ വരുന്നത്, കെ സി ആണോ കൂടുതൽ വരിക? ഡെൽറ്റ എന്നിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ കെ പി ആണോ വലുത്, കെ സി ആണോ വലുത്? ദേവിക. ടീച്ചർ, ആ, അതെ, കെ പി ആണ് വലുത്. ഡെൽറ്റ എന്നിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 വന്നാൽ ഈ പാർട്ട് വലുതായി പോവും. അപ്പൊ കെ പിയുടെ വാല്യൂ എന്തായാലും ഇവിടെ കെ സി ഇത്രേ ഉള്ളൂ. ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ കെ സി. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ എൻ ലെസ് ദാൻ 0 വന്നു വിചാരിക്കുക. അപ്പൊ കെ പി കെ സി റിലേഷൻ എന്താ ചെയ്യാ? ഡെൽറ്റ എൻ ലെസ് ദാൻ 0 ആണെങ്കിൽ KP less than KC. ലെസ് ദാൻ 0 എന്ന് പറയുമ്പോൾ നെഗറ്റീവിലോട്ട് പോയി. സോ കെ പി ലെസ് ദാൻ കെ സി. ഈ മൂന്ന് റിലേഷനും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഫസ്റ്റ് ഇക്വേഷൻ കെ പി ഇസ് ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി റേസ് ടു ഡെൽറ്റ എൻ ഇമ്പോർട്ടന്റ് ആണ്. Then delta n എന്ന് പറഞ്ഞാൽ change in number of moles. Only consider gaseous products and gaseous reactants. Delta n is equal to
number of moles of gaseous products minus number of moles of gaseous reactants. Okay. Then delta n ന്റെ വാല്യൂ 0 ആണെങ്കിൽ Kp equal to Kc ആയിരിക്കും. പിന്നെ നമ്മൾ ഒന്നും നോക്കണ്ട, ഏത് തന്നിട്ടുണ്ടോ ഇക്വേറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് എഴുതി വെച്ചാൽ മതി. ഡെൽറ്റ n ന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ Kp കാൽക്കുലേറ്റ് ചെയ്താൽ Kc-നേക്കാളും കൂടണം. നിങ്ങളുടെ മനസ്സിൽ ഡെൽറ്റ n ന്റെ വാല്യൂ നിങ്ങൾക്ക് കിട്ടി, അത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോഴത്തേക്ക് കുറഞ്ഞു പോയെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോണം നിങ്ങൾ ചെയ്ത ഉത്തരം തെറ്റാണ്. Kp-യുടെ വാല്യൂ എന്തായാലും ഗ്രേറ്റർ ദാൻ Kc ആയിരിക്കും when ഡെൽറ്റ n ഗ്രേറ്റർ ദാൻ 0. ഡെൽറ്റ n ന്റെ വാല്യൂ ലെസ് ദാൻ 0 വന്നാൽ Kp-യും Kc-നേക്കാളും കുറയും. കൂടുതൽ വന്നാൽ നിങ്ങളുടെ ഉത്തരം തെറ്റിപ്പോകും. കുറയണം. ഈ എന്താണ് നമുക്ക് പ്രയർ ആയിട്ട് നമുക്ക് മുമ്പേ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വെക്കുന്നത്. ഡെൽറ്റ n 0 ആണെങ്കിൽ Kp Kc-യോട് ഈക്വൽ ആയിരിക്കും. പിന്നെ നമ്മൾ ഒന്നും നോക്കണ്ട. ഡെൽറ്റ n ഗ്രേറ്റർ ദാൻ 0 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു, പക്ഷെ Kp കുറഞ്ഞു പോയി. Kp കുറയാൻ പാടില്ല, Kp കൂടണം. അപ്പൊ നിങ്ങൾ Kp കൂടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എവിടെ തെറ്റിപ്പോയെന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് ചെയ്തോണം. ഡെൽറ്റ n ലെസ് ദാൻ 0 ആണെങ്കിൽ Kp കുറവാ. ശരിയാ, അപ്പൊ കുറഞ്ഞത് കിട്ടി, നമ്മുടെ ഉത്തരം ശരിയാണ്. അങ്ങനെയൊക്കെ അസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ടേമുകളൊക്കെ ഉപയോഗിക്കാം. യെസ്. അപ്പൊ Kc Kp റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ Kc ആൻഡ് Kp, ഈ കണ്ടീഷൻസ് ഇത്രയും 3 കാര്യങ്ങൾ മനസ്സിലായോ? Kc എങ്ങനെ ഒരു കെമിക്കൽ റിയാക്ഷന്റെ Kc എങ്ങനെ എഴുതാം, Kp എങ്ങനെ എഴുതാം? Kc equilibrium constant in terms of concentration, Kp equilibrium constant in terms of pressures. Then relation Kp is equal to Kc into RT raised to delta n. Then condition delta n is equal to 0, Kp equal to Kc. Delta n greater than 0, Kp greater than Kc. Delta n less than 0, then Kp less than Kc. Yes. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഒരു പ്രോബ്ലം ചെയ്യാം. പ്രോബ്ലം 7.5. വായിച്ചു നോക്കി വേഗം ചെയ്യാം. Kp Kc റിലേഷൻ ആണ്. യെസ്. ഹോമോജീനിയം ഇക്വിലിബ്രിയം എന്നാണോ ഹോമോജീനിയസ് ഇക്വിലിബ്രിയ എന്നാണോ? ഹോമോജീനിയസ് ഇക്വിലിബ്രിയം എന്നും പറയും, ഇക്വിലിബ്രിയ എന്നും പറയും. അത് ഈ സിംഗുലർ പ്ലൂറൽ എന്നുള്ള ടൈമിൽ പറയുന്ന. നമ്മൾ സിംഗുലർ ആയിട്ട് പറയുമ്പോൾ ഇക്വിലിബ്രിയം എന്ന് പറയും, പ്ലൂറൽ ആയിട്ട് പറയുമ്പോൾ ഇക്വിലിബ്രിയ എന്ന് പറയും. ഹോമോജീനിയം എന്നാണോ? ഹോമോജീനിയസ്, ഹോമോജീനിയസ്, ഹോമോജീനിയം എന്നാണ് പറയുന്നത്. ഹോമോജീനിയസ്. So do the problem 7.5. ഒരു മിനിറ്റ്.
യെസ്, ചെയ്തു കഴിഞ്ഞോ? കഴിഞ്ഞു. യെസ്, ആൻമരിയ പറഞ്ഞു. ആൻമരിയ ഉറങ്ങുവാണോ? ആൻമരിയ ഉറക്കം വന്നുണ്ടോ? ഇല്ല. എന്നാ പറഞ്ഞു. ഡെൽറ്റ എൻ ഇക്വേഷൻ പറയൂ. ഇക്വേഷൻ Kp is equal to Kc RT raised to delta n. Yes, Kp is equal to Kc into RT raised to delta n. ഇനി ഓരോ വാല്യൂസ് പറഞ്ഞേ. ഡെൽറ്റ n കണ്ടുപിടിക്കണം. ഡെൽറ്റ n എത്രയാ? 2 + 1 - 2 is equal to 1. അതെന്തുകൊണ്ടാ? ഇക്വേഷൻ എഴുതി നമുക്ക് നോക്കാം. നോക്കിക്കോ. 2NOCl ഗ്യാസ് ഇക്വിലിബ്രിയം 2NO ഗ്യാസ് പ്ലസ് Cl2 ഗ്യാസ്. ഓക്കെ, അപ്പൊ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രോഡക്ട്സ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് റിയാക്ടൻസ്. ഇവിടുത്തെ പ്രോഡക്ട്സുകൾ ഏതൊക്കെയാ അൻമരിയ? ഏതൊക്കെയാ പ്രൊഡക്റ്റുകൾ ഇവിടുത്തെ? NOയും NOയും Cl2. എത്ര NO ഉണ്ട്, എത്ര Cl2 ഉണ്ട്? 2 NOയും 1 Cl2. നമ്മള് ഗ്യാസുകൾ മാത്രമേ നമ്മൾ എടുക്കാവുള്ളൂ. നമ്മുടെ ഈ ഇക്വേഷൻ്റെ അകത്ത് ഗ്യാസ് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് വേറെ കൺഫ്യൂഷന്റെ ഒന്നും ആവശ്യമില്ല. ഓക്കെ, അപ്പം നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രോഡക്ട്സ് എന്ന് പറയുന്നത് 2, 1, 3. 3 അവിടെ ഉണ്ട്. ഗേഷ്യസ് റിയാക്ടന്റ് NOCl 2 ഉണ്ട്. സോ 3 - 2 which is equal to 1. ഓക്കെ, then Kp കണ്ടുപിടിക്കണം. Kp is equal to Kc എത്രയാണ് ഇവിടെ തന്നിരിക്കുന്നത് അലീന? Kc തന്നിട്ടുണ്ടല്ലോ. അലീന 3.75 into 10 raised to -6. Yes, 3.75 into 10 raised to -6 into RT raised to delta n. Rന്റെ വാല്യൂ എത്രയാണ് എന്നുള്ളത് നമ്മൾ അറിയണം. യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് Rന്റെ വാല്യൂ എത്രയാണ് തമന്ന? 0.083. Yes, 0.083 ലിറ്റർ ATM വന്നു കഴിയുമ്പോൾ 0.083 into ടെമ്പറേച്ചർ എത്രയാ കൊടുത്തിരിക്കുന്നത്? ടെമ്പറേച്ചർ ആലിയ 1069 Kelvin. Yes, 1069 Kelvin. Yes. Raised to 1. അപ്പൊ നമ്മൾ ഒന്നും നോക്കേണ്ട കാര്യമില്ല. മൊത്തത്തിൽ എല്ലാം കൂടെ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി. 3.75 into 10 raised to -6 into 0.0831 into 1069. മരിയ എത്ര കിട്ടിയ ഉത്തരം? 0. ഫൈനൽ ആൻസർ ആണോ ഇത്? ഫൈനൽ ആൻസർ 0.033. Yes, 0.033 Kp for this reaction. എത്ര പേർക്ക് കിട്ടി? 0.033 കിട്ടിയവര്? ബാക്കിയുള്ളവർക്ക് എന്താ കിട്ടാത്ത? അമീഷ എന്നാ കിട്ടാത്തെ? ഡെല്ല കിട്ടിയില്ല? ഇല്ല, ചെയ്തോണ്ടിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഇങ്ങനെ ആടി തൂങ്ങി നടന്നു കഴിഞ്ഞാൽ ഒന്നും തീരത്തില്ല കേട്ടോ. അവസാനം ടീച്ചർ സ്പീഡ് പോയി ടീച്ചർ പറഞ്ഞൊന്നും മനസ്സിലായില്ലെന്ന് പറയും. നിങ്ങൾ നമ്മളെ ഒപ്പം ചെയ്യണം. നമ്മളിപ്പോ 7ാമത്തെ ചാപ്റ്ററാ പഠിച്ചുകൊണ്ടിരിക്കണം. ഇനിയും ഇങ്ങനെ നാടി ആടി നടന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ തീരൂല. നിങ്ങളും കൂടെ സഹകരിച്ചാലേ പറ്റുള്ളൂ. യെസ് ദേവിക. ഈ ആറിന്റെ വാല്യൂ ഏതാ എടുക്കണ്ടേന്ന് എങ്ങനെ മനസ്സിലാവും? ജൂളിലാണെങ്കിൽ ആറിന് കുറെ വാല്യൂസ് നമ്മൾ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ പഠിച്ചില്ലേ? ആറിന്റെ ജൂളിലുള്ള വാല്യൂ, അതായത് നമ്മൾ എനർജി ഒക്കെയുള്ള കാൽക്കുലേഷൻ ആണെങ്കിൽ ജൂളിൽ കിലോ ജൂളിലൊക്കെ ആണെങ്കിൽ 8.314 എടുക്കും. 8.314 ജൂളിലുള്ള വാല്യൂ ആണ്. ഓക്കെ, ഇനി അതേസമയം ലിറ്റർ ATM, അതായത് ലിറ്റർ ATM അങ്ങനത്തെ യൂണിറ്റ് ആണെങ്കിൽ ലിറ്റർ ATM യൂണിറ്റിലാണെങ്കിൽ നമ്മൾ എടുക്കുന്നത് 0.083 എടുക്കുന്നത്. ആറിന്റെ വാല്യൂസ് നമ്മൾ അവിടെ ഡിറൈവ് ചെയ്തല്ലേ സ്റ്റെപ്സ് ഓഫ് മാറ്ററിൽ. അപ്പൊ ഇവിടെ ഏതാന്ന് എങ്ങനെ മനസ്സിലാവണേ? ഇവിടെ ജൂളിലല്ലല്ലോ, നമ്മളവിടെ എനർജി കാൽക്കുലേഷൻ അല്ലല്ലോ, ടെമ്പറേച്ചറും പ്രഷറും ഒക്കെ ഉള്ളതല്ലേ. നമ്മൾ 0.083 എടുക്കും. മനസ്സിലായോ? ഇപ്പൊ തെർമോഡൈനാമിക്സ് നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ 8.314 ജൂളിൽ എടുക്കുന്നത്, കാരണം അവിടെ എനർജി ട്രാൻസ്ഫോർമേഷൻ അല്ലേ. യെസ്, എല്ലാവർക്കും കിട്ടിയോ? ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ
എക്സസൈസ് ക്വസ്റ്റ്യൻ 7.5 ചെയ്യാം. എക്സസൈസ് ക്വസ്റ്റ്യൻ 7.5. എക്സസൈസ് ക്വസ്റ്റ്യൻ 7.5. അനിറ്റ ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. Find out the value of Kc for each of the following equilibria for the value of Kp from the value of Kp. യെസ്, രണ്ട് റിയാക്ഷൻ തന്നിട്ടുണ്ട്. രണ്ട് റിയാക്ഷന്റെയും Kp തന്നിട്ടുണ്ട്. എന്നിട്ട് Kc കണ്ടുപിടിക്കാനും ചോദിച്ചേക്കണം. ഓരോ റിയാക്ഷന്റെയും Kc. Kp is equal to Kc into RT raised to delta n. അതിൽ നിന്നും Kc കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കണം. യെസ്, അപ്പൊ റിയാക്ഷൻ ഞാൻ ടീച്ചറോട് എഴുതുക. റിയാക്ഷൻ അല്ല, ചെയ്യേണ്ടത് എങ്ങനെയാന്ന് പറയാം, എന്നിട്ട് ചെയ്യാം. ഓക്കെ, നമുക്കറിയാവുന്ന ഇക്വേഷൻ Kp is equal to Kc into RT raised to delta n ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ Kc കണ്ടുപിടിക്കുന്നത് എങ്ങനെ? How to calculate Kc? Kc എങ്ങനെയാ മക്കളെ കണ്ടുപിടിക്കുന്നത്? Kp വന്നിട്ട് Kc കണ്ടുപിടിക്കാൻ പറഞ്ഞ എന്ത് ചെയ്യും? ഇക്വേഷൻ ആദ്യം പറഞ്ഞ ഇക്വേഷൻ ആണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, ഇക്വേഷൻ പറഞ്ഞിട്ടല്ല. ഈ ഇക്വേഷന്റെ അകത്തുനിന്ന് Kc എങ്ങനെ കണ്ടുപിടിക്കും? RT raised to delta n by Kp. അപ്പൊ Kc അവിടുന്ന് മാറ്റിയില്ലോ. Kc ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുമല്ലേ? എന്താണ്, പഠിത്തമൊന്നും ശരിയായിട്ടില്ലല്ലോ. നന്ദന, Kc is equal to RT raised to delta n by Kp. അപ്പൊ Kc അവിടെ പോയി. ഞാൻ Kc അല്ലേ കണ്ടുപിടിക്കണ്ടേ? Kc ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, കാൽവിൻ. Kc is equal to Kp by RT raised to delta n. Kp by RT raised to delta n. Kc എന്ന് പറയുമ്പോ Kc ഇവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ളത് ഇങ്ങോട്ട് കൊണ്ടുവന്നാ പോരെ. Kp ഡിവൈഡഡ് ബൈ RT റേസ് ടു ഡെൽറ്റ n. നിങ്ങൾ ഈ Kp ഇങ്ങോട്ടാ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ Kc ഇങ്ങോട്ട് കൊണ്ടുവരണ്ടേ? Kc ഇങ്ങോട്ടേക്ക് ഇപ്പുറത്തെ സൈഡിലോട്ട് നമ്മൾ കൊണ്ടുവരുമ്പോൾ 1/Kc ആകും, വിച്ച് ഈസ് ഈക്വൽ ടു RT റേസ് ടു ഡെൽറ്റ n. നിങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനാണെങ്കിൽ ഇങ്ങനെ വരും. അന്നേരം അത് Kc അല്ല, 1/Kc ആ. അപ്പൊ Kc ആകണമെങ്കിൽ റെസിപ്രോക്കൽ എടുക്കണം. Kp ഡിവൈഡഡ് ബൈ RT റേസ് ടു ഡെൽറ്റ n. നന്ദനയ്ക്കും ഡെല്ലയ്ക്കും മനസ്സിലായോ? യെസ്, അപ്പൊ നമ്മുടെ ഇക്വേഷൻ ഇതാണ്. അപ്പൊ വേഗം ചെയ്തോളാം. ഇത് ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് രണ്ട് പ്രോബ്ലം സോൾവ് ചെയ്യാം.
ഇവിടെ ഡെൽറ്റ എൻ 1 ആണ്. അപ്പൊ റേസ് ടു 1 നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല. ഈസ് ഈക്വൽ ടു KP 1.8 into 10 raised to minus 2 divided by R 0.083 into temperature 500 Kelvin. അതാദ്യം സോൾവ് ചെയ്യാം. Second equation, calcium carbonate solid, equilibria, CaO solid plus CO2 gas. KP 167 at 1073 Kelvin. ഇവിടെ ഡെൽറ്റ എൻ ജി എന്ന് പറയുന്നത് ഒരു ഗ്യാസ് റൈറ്റ് സൈഡിലുണ്ട്. So 1 minus 0 is equal to 1. Again, Kc is equal to Kp by RT. രണ്ടും സോൾവ് ചെയ്ത് കഴിയുന്നവർ കൈവക്കുക കേട്ടോ. യെസ്, കാൽവിൻ രണ്ടും ചെയ്ത് കഴിഞ്ഞു. നസ്രൻ കഴിഞ്ഞു, അനിറ്റ കഴിഞ്ഞു, ദേവിക കഴിഞ്ഞു. കാൽവിൻ ഫസ്റ്റ് വണ്ണിന്റെ ആൻസർ എത്രയാണ് കിട്ടിയേ? 0.0043. അതാണ് എല്ലാവർക്കും കിട്ടിയേ? ആണോ ദേവിക? അല്ല. അല്ല. ടീച്ചർ അതിന്റെ ആൻസർ ഒന്നുകൂടെ പറയാമോ? ഞാൻ നോക്കട്ടെ, ചെയ്ത് നോക്കട്ടെ. യെസ്, is equal to 1.8 into 10 raised to minus 2 divided by 0.083 into 500. So 41.5. Okay. 0.018. 0.000433 അല്ലെങ്കിൽ 43.3 ഇൻറ്റു 1 2 3 4 5 10 റൈസ് ടു മൈനസ് 5 അല്ലേ? 1 2 3 4 5. യെസ്, ഇതാണ് ഉത്തരം ആദ്യത്തേതിന്റെ. കിട്ടിയവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. യെസ്, ഓക്കെ. രണ്ടാമത്തേന്റെ ഉത്തരം എത്ര കിട്ടിയേ? എവിടെ? നസ്രിൻ, രണ്ടാമത്തേന്റെ ഉത്തരം എത്ര കിട്ടിയേ? 1.9. Yes, 1.9 or 1.87. Yes, 1.87 കിട്ടിയവരൊക്കെ കൈവക്കിക്കേ. Yes. Okay. ക്ലിയർ ആണല്ലോ? കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിച്ചില്ലേ? യെസ്, ഓക്കെ. ഇനി 2-3 പോയിന്റുകൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ.
നമുക്ക് ഇല്ലാത്തതാണ്, പക്ഷേ ഒന്ന് അറിഞ്ഞിരുന്നോളൂ. പോയിന്റ് ആയിട്ട് നമ്മൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് നമുക്ക് കിട്ടി, അതിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 10⁻+3 ആണെങ്കിൽ അതൊരു ഫോർവേഡ് റിയാക്ഷൻ ആയിരിക്കും. ഫോർവേഡ് റിയാക്ഷൻ മീൻസ് നിയർലി ടു കംപ്ലീഷൻ, അതായത് മുന്നോട്ടായിരിക്കും കൂടുതലും അത് നിൽക്കുന്നത്. നമുക്കറിയാം ഇക്വിലിബ്രിയം റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ മുമ്പോട്ടും പുറകോട്ടും ഉള്ള റിയാക്ഷനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ഇക്വിലിബ്രിയം റിയാക്ഷൻ. നമ്മൾ ഏറ്റവും ആദ്യം ഇക്വിലിബ്രിയം റിയാക്ഷൻസ് 3 ഉണ്ടെന്ന് പറഞ്ഞ് ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ. നിയർലി ടു കംപ്ലീഷൻ, അതായത് പ്രൊഡക്റ്റിന്റെ കൂടുതൽ കിട്ടുന്നത് റിയാക്ഷന് ശേഷം, റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ കൂടുതൽ കിട്ടുന്നത്, അല്ലെങ്കിൽ രണ്ടുപേരുടെയും കോൺസെൻട്രേഷൻ ഒരുപോലെ വരുന്നത് എന്ന് പറഞ്ഞ് ഇന്നലെ പഠിച്ചത് ഓർക്കുന്നുണ്ടോ മക്കളെ? നമ്മൾ ആ 3 പോയിന്റ് കണ്ടിട്ട് ടീച്ചർ എഴുതി തന്നായിരുന്നു. ഇത് ഇല്ലേ, 3 ടൈപ്പ് റിയാക്ഷൻസ് ഉണ്ട്. പ്രൊഡക്റ്റിന്റെ എമൗണ്ട് കൂടാം, ഇക്വിലിബ്രിയത്തിന് ശേഷം പ്രൊഡക്റ്റിന്റെ എമൗണ്ട് കൂടുതൽ വരുന്നത്, രണ്ടാമത്തേത് റിയാക്ടന്റിന്റെ കൂടുതൽ വരുന്നത്, അല്ലെങ്കിൽ രണ്ടുപേരുടെയും ഒരുപോലെ വരുന്നത് നമ്മൾ പഠിച്ചില്ലേ അറ്റ് ഇക്വിലിബ്രിയത്തില്. അത് തന്നെ നമ്മളിവിടെ പറയുന്നത്. ഒരു കെമിക്കൽ ഇക്വിലിബ്രിയം നമുക്ക് കിട്ടി, ഒരു റിയാക്ഷൻ നമുക്ക് കിട്ടി. യെസ്, യെസ്, ഒരു റിയാക്ഷൻ നമുക്ക് കിട്ടി. ആ റിയാക്ഷന്റെ KC വാല്യൂ നമുക്ക് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. എന്നിട്ട് ആ KCയുടെ വാല്യൂ നമ്മൾ നോക്കുമ്പം അത് 10⁻3, അതായത് 1000-നേക്കാളും കൂടുതലാണെങ്കിൽ KCയുടെ വാല്യൂ വളരെ കൂടുതലാണെന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതിന്റെ അർത്ഥം എന്താ? റിയാക്ഷൻ ഫോർവേഡ് ആണ് നടക്കുന്നത്, കൂടുതലും പ്രൊഡക്റ്റിന്റെ സൈഡിലോട്ടാണ് നടക്കുന്നത്. ഇക്വിലിബ്രിയത്തിൽ പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും, നിയർലി ടു കംപ്ലീഷൻ എന്ന് നമുക്ക് അസ്യൂം ചെയ്യാനായിട്ട് പറ്റും. ഇനി KCയുടെ വാല്യൂ വളരെ ചെറുതാണെന്ന് വിചാരിക്കുക, അതായത് ലെസ് ദാൻ 10⁻⁻3, ഇത് +3 ഇത് -3 ആണ്. അപ്പൊ ഇത് ബാക്ക്വേർഡ് റിയാക്ഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. പ്രിഫർ ചെയ്യുന്നത് ബാക്ക്വേർഡ് റിയാക്ഷൻ ആയിരിക്കും. ഓക്കെ, ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ ഉദ്ദേശിക്കുന്നത്? ബാക്ക്വേർഡ് റിയാക്ഷൻ റെയർലി പ്രൊസീഡ് ടു റൈറ്റ്, അതായത് കംപ്ലീഷൻ അല്ല അവിടെ വരുന്നത്, റിയാക്ടന്റ് കൂടുതലായിരിക്കും. റിയാക്ടന്റ് കോൺസെൻട്രേഷൻ ഹൈ ആഫ്റ്റർ ഇക്വിലിബ്രിയം, അതായത് പ്രൊഡക്റ്റിന്റെ അങ്ങോട്ട് പോകാൻ മടി അവർക്ക്. എന്നാലും പ്രൊഡക്റ്റ് ഫോം ചെയ്യില്ല എന്നല്ല, പ്രൊഡക്റ്റ് ഫോം ചെയ്താലും അത് പെട്ടെന്ന് തന്നെ തിരിച്ചെന്താകും, റിയാക്ടന്റ് ആയിട്ട് മാറും. ഓക്കെ, സൈമിൾട്ടേനിയസ് ആയിട്ട് റിയാക്ടന്റ് ടു പ്രൊഡക്റ്റ്, പ്രൊഡക്റ്റ് ടു റിയാക്ടന്റ് നടക്കുന്നുണ്ട്. പക്ഷെ ഉണ്ടാകുന്ന പ്രൊഡക്റ്റുകളെല്ലാം പെട്ടെന്ന് തന്നെ റിയാക്ടന്റ് ആവും. ഓക്കെ, റിയാക്ടന്റ് പ്രൊഡക്റ്റ് ആയി, പക്ഷെ പെട്ടെന്ന് തന്നെ തിരിച്ച് റിയാക്ടന്റ് ആവും. ഓക്കെ, ഇവിടെ കംപ്ലീഷൻ നടക്കത്തില്ല, നിയർലി ടു കംപ്ലീഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഇനി KCയുടെ വാല്യൂ ബിറ്റ്വീൻ 10⁻³ to 10⁻³ ആണെങ്കിൽ comparable concentration of reactant and product. Comparable concentration of reactant and product. Okay. Comparable concentration of reactant and product. Okay. Yes. പിടികിട്ടി എന്താ പറഞ്ഞെന്ന്? Okay, that's all about chemical equilibrium. ഇത്രയും കാര്യം മാത്രമേ നമുക്ക് കെമിക്കൽ ഇക്വിലിബ്രിയത്തിൽ പഠിക്കാനുള്ളൂ. ഓക്കെ, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ ആപ്ലിക്കേഷൻസ്, അതേപോലെ തന്നെ പ്രഡിക്റ്റിംഗ് ദ ഡയറക്ഷൻ ഓഫ് ദ റിയാക്ഷന്റെ റിലേഷൻഷിപ്പ് വിത്ത് ΔG0, ഈ കാര്യങ്ങളൊന്നും നമുക്കില്ല. ഇത്രയും കാര്യമേ ഉള്ളൂ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. യെസ്, തുടക്കം തൊട്ട് നോക്കുവാണെങ്കിൽ നമ്മൾ ആദ്യമൊക്കെ മാർക്ക് ചെയ്ത് തന്നെയാണ് വന്നത്. ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം, അതിന്റെ ഡെഫിനിഷൻ കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്തു.
ഇന്ന് നമ്മൾ പഠിച്ചത് ഹോമോജീനിയസ് ഇക്വിലിബ്രിയയുടെ താഴെ വരുന്ന, അതായത് പ്രോബ്ലം 7.2 കഴിഞ്ഞിട്ട് താഴെ വരുന്നത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ഗേഷ്യസ് സിസ്റ്റംസ് എങ്ങനെയായിരിക്കും എന്നുള്ളത് പറഞ്ഞു. ഓക്കെ, ആ ഒരു കാര്യം മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ടീച്ചർ, അപ്പൊ ഈ ഇക്വേഷനിലുള്ള റിയാക്ടൻസ് ഗേഷ്യസ് അല്ലാത്ത സോളിഡ് കണ്ടില്ലേ? അതിൽ KP കണ്ടുപിടിക്കാം. അതിന്റെയും KP കണ്ടുപിടിക്കാം. KP എപ്പോ കണ്ടുപിടിച്ചാലും നമ്മൾ ഗ്യാസിനെ മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. ആ ഇക്വിലിബ്രിയത്തിന് നമ്മൾ പറയുന്നത്, അത് നിങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പറയാത്തത്, എന്നാലും ചോദിച്ച സ്ഥിതിക്ക് ഞാൻ പറയാം. ഒരു കെമിക്കൽ റിയാക്ഷന്റെ അകത്ത് മോർ ദാൻ വൺ ഫേസ്, അതായത് ഗ്യാസ് ഉണ്ട്, സോളിഡ് ഉണ്ട്, ലിക്വിഡ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഇക്വിലിബ്രിയത്തിന് നമ്മൾ പറയുന്നത് ഹെറ്ററോജീനിയസ് ഇക്വിലിബ്രിയം എന്നാണ് പറയുന്നത്. ഓക്കെ, ഹെറ്ററോജീനിയസ് ഇക്വിലിബ്രിയത്തില് KP വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ഗ്യാസിനെ മാത്രമേ കൺസിഡർ ചെയ്യൂ. ഗ്യാസുകൾ മാത്രം. KP എപ്പ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗ്യാസ് മാത്രമേ എടുക്കുള്ളൂ. ഗ്യാസ് ആർക്കാ ഉള്ളത്? ഗേഷ്യസ് ആയിട്ടുള്ളതിന്റെ. സോ ഈ പ്രഷർ എടുക്കുന്നത് ഗ്യാസിന്റെ മാത്രമായിരിക്കും. KP. ഓക്കെ, അപ്പൊ നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെച്ചു. ചോദിച്ച സ്ഥിതിക്ക് അതുകൊണ്ട് എഴുതി വെച്ചോളൂ. യെസ്, ഹെറ്ററോജീനിയസ് ഇക്വിലിബ്രിയം എന്നൊന്ന് ഹെഡിങ് കൊടുത്താൽ മക്കളെ. ഹെറ്ററോജീനിയസ് ഇക്വിലിബ്രിയ. Heterogeneous equilibrium. Equilibrium having more than one phase. Is called heterogeneous equilibrium. ഒരു ഇക്വിലിബ്രിയത്തിൽ മോർ ദാൻ വൺ ഫേസ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹെറ്ററോജീനിയസ് ഇക്വിലിബ്രിയം. എക്സാമ്പിൾ, കാൽസ്യം കാർബണേറ്റ് സോളിഡ് ഡീകമ്പോസ് ചെയ്ത് കാൽസ്യം ഓക്സൈഡ് സോളിഡും കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസും ആണ്. കണ്ടോ, അവിടെ സോളിഡ് ഫേസും ഉണ്ട്, അതേപോലെ തന്നെ ലിക്വിഡ് ഫേസും ഉണ്ട്. ഇതിനെയാണ് നമ്മൾ ഹെറ്ററോജീനിയസ് ഇക്വിലിബ്രിയ എന്ന് നമ്മൾ പറയും. Heterogeneous equilibria. Okay. Heterogeneous equilibria ആണ് എന്നുണ്ടെങ്കിൽ KC ആയാലും KP ആയാലും നമ്മൾ ഗ്യാസിനെ മാത്രമേ കൺസിഡർ ചെയ്യത്തുള്ളൂ. നമ്മളോട് പറയുന്നത് ഹെറ്ററോജീനിയസ് ഇക്വിലിബ്രിയം ആണ് എന്ന് പറഞ്ഞിട്ട് നമ്മളോട് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ചെയ്യേണ്ടത്. ഓക്കെ, അതിന്റെ സൈഡ് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇതിന്റെ KCയുടെ ഇക്വേഷൻ എഴുതാം നമുക്ക്. KC is equal to concentration of CaO into concentration of CO2 divided by CaCO3. ആണ് KC. താഴെ ഒരു പോയിന്റ് കൂടെ നോട്ട് ചെയ്ത് വെക്ക്. The molar concentration of pure solid or liquid is a constant and is independent of amount present. That means concentrations into concentration of liquid is taken as empty. ഇപ്പൊ അതിനെ ഓർത്ത് വെച്ചാൽ മാത്രം മതി കേട്ടോ. നമ്മൾ യൂണിറ്റി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. വേറൊരു റിയാക്ഷൻ തരാം. നിക്കൽ സോളിഡ് പ്ലസ് 4CO ഗ്യാസ് ഇക്വിലിബ്രിയ NiSO
CO4 ഗ്യാസ്. KCയും എഴുതണം, KPയും എഴുതണം. KC എഴുതിയാലും KP എഴുതിയാലും ഗ്യാസ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. കാരണം ഇതൊരു ഹെറ്ററോജീനിയസ് ഇക്വിലിബ്രിയം ആണ്. ടീച്ചർ എഴുതിയേക്കുന്ന NiCO4 എന്നാണോ? ആ, NiCO4. Concentration of NiCO4 divided by ഈ CO ബ്രാക്കറ്റിൽ ഇട്ടോ. COയ്ക്ക് മാത്രം, ഓയ്ക്ക് അല്ലാട്ടോ 4, COയ്ക്ക് മുഴുവനായിട്ടാണ് 4. ഇങ്ങനെയാണ് എഴുതുന്നത്. കാർബൺ മോണോക്സൈഡ് 4 എണ്ണം ഉണ്ട് എന്നാട്ടോ ഉദ്ദേശിക്കുന്നത്. divided by concentration of CO raised to 4. നിക്കൽ സോളിഡ് എടുക്കണ്ട, പ്യുവർ ആയതുകൊണ്ട്. then Kp is equal to partial pressure of NiCO4 divided by partial pressure of ടീച്ചർ പ്രോബ്ലം 7.1 ഇന്നലെ ഏതൊക്കെ ഫൈനൽ ആൻസർ ഒക്കെ കൃത്യമായിട്ട് കിട്ടിയില്ല. അപ്പൊ പ്രോബ്ലം 7.1 നമ്മൾ ചെയ്തത് തന്നെ വരുള്ളൂ. ഓക്കെ ടീച്ചർ. അവരാ ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 1.06 into 10⁻³ തന്നെയാണ്. പുതിയതിലും പഴയതിലും ഒക്കെ 1.06 into 10⁻³ ആണോ പ്രോബ്ലം 7.1? ആണോ? അപ്പൊ അത് അതിനകത്തുള്ള എന്തെങ്കിലും കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ആയിരിക്കും. ടീച്ചർ ഒന്നും കൂടെ ചെയ്ത് നോക്കിയപ്പോഴും അത് തന്നെ വരുള്ളൂ. എന്തായാലും നോക്കാം, ഒന്നും കൂടെ നോക്കാം. 1.2 into 1.2 1.44 വരും. 1.44 മേളിലുണ്ട്. 10⁻⁻⁴ മേളിലുണ്ട്. താഴെ 10⁻⁻�6 ഉണ്ട്. അതിൽ നിന്നും 10⁻⁻⁴ ക്യാൻസൽ ചെയ്തു. അപ്പൊ താഴെ 10⁻⁻2 മിച്ചമുണ്ട്. അത് മേളിലോട്ട് പോയാൽ 10⁻2 വരും. ഓക്കെ, സോ 1.44 into 100 അപ്പൊ 144 മുകളിലുണ്ട്. താഴെയുള്ളത് നോക്കിയാൽ പോരെ. 144 divided by 1.5 into 3 into 3 into 3. Yes, 3.55 ആണ് ഉത്തരം വരുന്നത്. നിങ്ങൾക്ക് അത് തന്നെയല്ലേ ചെയ്തപ്പോ കിട്ടിയിരുന്നല്ലേ? 3.6 അല്ലേ ഉത്തരം കിട്ടിയിരുന്നല്ലേ? അല്ലേ? ആണോ? ഇന്നലെ പ്രോബ്ലം 7.1 ചെയ്തപ്പോ എത്ര ഉത്തരം കിട്ടിയെന്ന് ഇനി വിട്ടത്? 3.55 അല്ലേ കിട്ടിയത്? ആ, അപ്പൊ അതാ പ്രിന്റിംഗ് മിസ്റ്റേക്ക് കണ്ട. പ്രിന്റിംഗ് മിസ്റ്റേക്ക് അവർ കാൽക്കുലേറ്റ് ചെയ്തപ്പോ എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിയതാണ്. യെസ്, അപ്പൊ ഒരു കാര്യം ചെയ്തേ. എക്സസൈസ് ക്വസ്റ്റ്യൻ 7.4 സെക്കൻഡ് വൺ ചെയ്യാം. എക്സസൈസ് 7.4 അതിൻ്റെ അകത്ത് സെക്കൻഡ് ക്വസ്റ്റ്യൻ.
ഈ ഒരു ഉത്തരം കിട്ടിയോ? ഈ ഉത്തരം കിട്ടിയവരൊക്കെ നോക്കിക്ക്. ഗ്യാസ് മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി, സോളിഡിനെ എല്ലാം നെഗ്ലക്ട് ചെയ്യാം. 2 ഗ്യാസേ ഉള്ളൂ അതിൻ്റെ അത്, 2 പ്രൊഡക്റ്റിന്റെ സൈഡില്ല. അപ്പൊ ന്യൂമറേറ്റർ ഉണ്ട്, ഡിനോമിനേറ്റർ ഇല്ല. യെസ്, ഓക്കെ. അപ്പൊ നമ്മുടെ കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന പാർട്ട് തീർന്നു കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ നാളെ അയോണിക് ഇക്വിലിബ്രിയം ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അയോണിക് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ആസിഡ് ബേസ് കൺസെപ്റ്റുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ആസിഡ് എന്താണ്, ബേസ് എന്താണ്, നമുക്കൊരു 3 സയന്റിസ്റ്റുകളുടെ ആസിഡ് ബേസ് കൺസെപ്റ്റുകൾ പഠിക്കാനുണ്ട്. വളരെ സിമ്പിൾ ആണ് കേട്ടോ. Then അതിന്റെ അയണൈസേഷൻ കോൺസ്റ്റന്റ്, then pH. അത്രേ ഉള്ളൂ. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു. ഇന്നലെ ആരാണ് ഡൗട്ട് ചോദിച്ചായിരുന്നു? അന്നേരത്തേക്കും ടീച്ചർ നിർത്തിയായിരുന്നു. ആരാണ് ഡൗട്ട് ചോദിച്ചേ? കാൽവിൻ ആണോ ചോദിച്ചത്? കാൽവിൻ ആണോ? അപ്പൊ മുസ്തഫയാണോ? ആരോ ഡൗട്ട് ചോദിച്ചാൽ ഇന്നലെ അല്ലേ ചോദിച്ചത്? യെസ്, ആ ഡൗട്ട് ക്ലിയർ ആയതുകൊണ്ടിട്ടായിരിക്കും പിന്നെ ഒന്നും പറയാത്തത്. യെസ്, ഇന്ന് സ്കൂളിൽ ക്ലാസ് ഉണ്ടോ? എത്ര പേർക്കുണ്ട് ഇന്ന് സ്കൂളിൽ ക്ലാസ്? ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആണോ? ഓഫ്ലൈൻ ആണോ? ഓഫ്ലൈൻ. ഓഫ്ലൈൻ ക്ലാസ്. യെസ്, അപ്പൊ വൈകുന്നേരത്തെ എക്സാമിന് പഠിച്ചിട്ടില്ലേ എല്ലാരും? ഇല്ലേ അഫ്ല? ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എവിടെ തൊട്ട് അല്ലേ ചോദിച്ചാൽ പറഞ്ഞാൽ അവഗാഡ്രോസിലോ തൊട്ടിട്ടല്ലേ? യെസ്, ഓക്കെ. സോ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ. Thank you, teacher. Thank you, teacher. Thank you, teacher. Thank you, teacher.